നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തട്ടകത്തിലെ UDF സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. VS ജോയിയാണോ അതോ ആര്യാടൻ ഷൗക്കത്തോ? UDF ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും. CPM-നെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ നിർണായക നേതൃയോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ നാളെയാണ്. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്, മലപ്പുറത്ത് നിന്ന് ചോദിക്കാം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. UDF-നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയിൽ ഒരു തീരുമാനമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. അപ്പോൾ ഇനി ആരാകും, ഈ രണ്ടിൽ ഒരാളാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി ഒരു വ്യക്തത വരാനുള്ളൂ. എങ്ങനെയാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള, തീയതി വന്നതിന് ശേഷമുള്ള ആദ്യ ദിവസം? സേതു, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വലിയ മഴക്കാലമാണ്. ആ മഴക്കാലത്തിനിടയിലാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അതിന് വലിയ ഒരു വേനൽ ചൂടായിരുന്നു. അതിൽ നിന്നും മാറി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂർ മാറുകയാണ്, കേരളമാകെ മാറുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂരിൽ 3 മുന്നണികൾക്കും ഒരുപോലെ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ഇടമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് LDF-ഉം UDF-ഉമാണ്. അവർക്ക് ഈ രണ്ട് മുന്നണികൾക്കും ഈ മണ്ഡലം വിജയിച്ചേ മതിയാവൂ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തന്നെയാണ് അവർ നേരത്തെ മുതൽ തന്നെ ഒരുക്കൂട്ടി വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗമുണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അത് ആര്യാടൻ ഷൗക്കത്താണോ അതോ ഒപ്പം തന്നെ VS ജോയ് ആണോ എന്നുള്ളത് നേരത്തെ തന്നെ ആശയക്കുഴപ്പവും ഇല്ലെങ്കിൽ സംശയവും ചർച്ചകളും ഒക്കെ തുടരുന്ന ഒരു 2 പേരുകളാണ്. ആ പേരുകൾക്ക് ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇന്നലെ നേതാക്കന്മാരെല്ലാവരും അഭിപ്രായപ്പെട്ടതും പല നേതാക്കന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അത് ഇന്ന് പ്രഖ്യാപനമുണ്ടാവും. ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുന്നത്. ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കുന്നു തന്നെയാണ് പറയുന്നത്. പക്ഷേ ഹൈക്കമാൻഡിന് ഒരു പേര് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിന് ആ ഒരു പേര് നൽകുന്നത് ഇന്ന് രാവിലെയോടെ മാത്രമേ ആ പേര് നൽകാൻ കഴിയൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് ആരുടെ പേരായിരിക്കും? മുൻഗണന കിട്ടുന്നത് അല്ലെങ്കിൽ മുന്തിയ പരിഗണനയുള്ളത് ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. കോൺഗ്രസിൻ്റെ സമന്വിതായ നേതാവ് തന്നെയാണ്. ഒപ്പം തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള ലേബൽ അധികമായി അദ്ദേഹത്തിനുണ്ട്. അവയെല്ലാം കണക്കിലെടുത്ത് കോൺഗ്രസ് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെ ആ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാൻ കഴിയുമെന്നതാണ് ഒരു വിഭാഗം പറയുന്നത്. യുവ നേതാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്നുള്ള അഭിപ്രായം ഉയരുകയാണെങ്കിൽ അത് VS ജോയിക്ക് ലഭിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ VS ജോയിയുടെ പേരും സമാനമായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒരൊറ്റ പേരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമായത്. അത് ഇന്ന് ഉണ്ടാവും. നേതാക്കന്മാർ എല്ലാവരും നേരത്തെ സൂചിപ്പിച്ചിരുന്ന 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് പറഞ്ഞു. ശാന്തകുമാർ, അപ്പോൾ നിലമ്പൂരിൽ ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ലോകത്ത് ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് നാളെയാണ് നിർണായക യോഗങ്ങളൊക്കെ ചേരുക. മാത്രമല്ല അവരൊരു 5-6 പേരുകളൊക്കെ പരിഗണനയിലുണ്ട്. അതിലിനിപ്പോൾ ആരിലേക്ക് എത്തും എന്നുള്ളതാണ്. BJP പിന്നെ എങ്ങനെയാണ് BJPയുടെ ഒരു മനസ്സിലിരിപ്പെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയൊന്നും വന്നിട്ടില്ല. അവരും ഒരു 4-5 പേരുകൾ പരിഗണനയിൽ വയ്ക്കുന്നുണ്ട്.